കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള LDF സ്ഥാനാർത്ഥികളെ ഇന്നും നാളെയുമായി പ്രഖ്യാപിക്കും. CPI സ്ഥാനാർത്ഥികളെ ഇന്നത്തെ സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷം അറിയാം. രാവിലെ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും ചേരും. CPI മത്സരിക്കുന്ന 4 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. CPM മത്സരിക്കുന്ന 15 ഇടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നാളെയാണ് പ്രഖ്യാപിക്കുന്നത്. വയനാട്ടിൽ ആനി രാജയെ നിർത്താമെന്ന ശുപാർശയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗീകരിച്ചു. ജില്ലാ നേതൃയോഗങ്ങൾ ഇതിനൊപ്പം 2 പേരുകൾ കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ആകെയുള്ള 20-ൽ 15 സീറ്റിലാണ് CPIM മത്സരിക്കുന്നത്. 4 CPIയും 1 സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനുമാണ്. കാസർഗോഡ് MV ബാലകൃഷ്ണൻ, കണ്ണൂരിൽ MV ജയരാജൻ, വടകരയിൽ KK ശൈലജ, വയനാട്ടിൽ ആനി രാജ, കോഴിക്കോട് എളമരം കരീം, മലപ്പുറത്ത് V വസീഫ്, പൊന്നാനിയിൽ KS ഹംസ, പാലക്കാട് A വിജയരാഘവൻ, തൃശൂരിൽ VS സുനിൽകുമാർ, ആലത്തൂരിൽ K രാധാകൃഷ്ണൻ, ചാലക്കുടിയിൽ C രവീന്ദ്രനാഥ്, എറണാകുളത്ത് KJ ഷൈൻ, ഇടുക്കിയിൽ ജെയ്സ് ജോർജ്, കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ, പത്തനംതിട്ടയിൽ തോമസ് ഐസക്, ആലപ്പുഴയിൽ AM ആരിഫ്, മാവേലിക്കരയിൽ CA അരുൺകുമാർ, കൊല്ലത്ത് M മുകേഷ്, ആറ്റിങ്ങൽ V ജോയ്, തിരുവനന്തപുരം പന്ന്യൻ രവീന്ദ്രൻ എന്നിവരാണ് ഇടത് സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത്. അതിനിടെ എറണാകുളത്ത് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന KJ ഷൈൻ പ്രചരണം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. പത്തനംതിട്ടയിൽ ഏറെ നേരത്തെ തന്നെ തോമസ് ഐസക്കും പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകമായ കോട്ടയത്തും ഔദ്യോഗികമായി തന്നെ പ്രചരണം ആരംഭിച്ചു.